സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 4 നമ്മൾ സിറാജ് ഡേ ആയി ആചരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തും സുന്നി പ്രവർത്തകർ സിറാജ് ദിനപത്രത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ദിവസമാണിന്ന്. നമുക്കറിയാം, സിറാജ് ദിനപത്രം 4 പതിറ്റാണ്ട് പിന്നിടുകയാണ്. മലയാളത്തിലെ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ധാർമ്മികമായ മാധ്യമ പ്രവർത്തനം എക്കാലത്തും അവകാശപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു പത്രമാണ് സിറാജ് എന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ പത്രപ്രവർത്തന രംഗത്ത് ഇന്ന് കാണുന്ന പല അപജയങ്ങൾക്കും സിറാജ് ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല. എന്നും ധർമാധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തനം, നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം, അതുതന്നെയാണ് സിറാജ് മുന്നോട്ട് വെച്ചത്. കാരണം സിറാജിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ തുടക്കം കുറിച്ച ഒരു ദിനപത്രം, അതും ഒരുപാട് കാലത്തെ പ്രയാണങ്ങൾക്ക് ശേഷം ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു ദിനപത്രം. തീർച്ചയായിട്ടും ആ കാലത്തെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് തീർച്ചയായിട്ടും ഒരു വിശിഷ്ടാതിഥിയാണ്. നമ്മുടെ സിറാജ് ദിനപത്രത്തിന് തുടക്കം കുറിച്ച 11 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി. അതോടൊപ്പം തന്നെ സിറാജിൻ്റെ സ്ഥാപക പത്രാധിപർ കുഞ്ഞബ്ദുള്ള കടമേരി. അദ്ദേഹത്തിന് ഒരുപാട് കാലത്തെ ചരിത്രം നമ്മളോട് പറയാനുണ്ടാകും. നമുക്ക് സിറാജിൻ്റെ ആ തുടക്കകാലത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു തുടങ്ങാം. സ്വാഗതം സാർ. നമുക്കറിയാം, 4 പതിറ്റാണ്ട് കാലം എന്ന് പറയുന്നത് ഒരു പത്രത്തെ സംബന്ധിച്ച് വലിയൊരു കാലയളവല്ല. കാരണം മലയാളത്തിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ട പത്രങ്ങളൊക്കെയുണ്ട്. പക്ഷേ സിറാജിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 പതിറ്റാണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അത്രയേറെ സ്ട്രഗിളിലൂടെ കടന്നു വന്ന ഒരു പത്രം എന്ന നിലയിൽ ഞാൻ ഒരുപാട് ചരിത്രങ്ങളൊക്കെ സിറാജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം സിറാജിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു ശൂന്യതയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മുന്നോട്ട് എങ്ങനെ പത്രം മുന്നോട്ട് പോകുമെന്നതിനെക്കുറിച്ചോ അതിൻ്റെ മുന്നിലുള്ള പ്രത്യാഘാതങ്ങൾ എന്താ, ഇതൊന്നും ആലോചിക്കാതെയുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു. പക്ഷെ ആ എടുത്തുചാട്ടം ഇന്ന് 40 വർഷം പിന്നിടുമ്പോൾ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്നത് നമുക്ക് അഭിമാനത്തോടെ പറയാനും കഴിയും. എങ്ങനെയാണ് സിറാജ് ആരംഭിക്കുന്നത്? ആരൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്? സിറാജ് ദിനപത്രം 1984 ഏപ്രിൽ 29 തുടക്കം കുറിക്കുന്നത്. അതിന് മുമ്പ് അന്നത്തെ സാഹചര്യം വളരെയധികം തിക്താനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞു. ഖുബത്തുൽ ഇസ്ലാം അറബി കോളേജിൽ നിന്നും സർസൈ കോളേജിൽ നിന്നുമായി പഠനം പൂർത്തിയാക്കി മർക്കസിൽ ജോലിക്ക് നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന് എ പി ഉസ്താദിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്ന കാലഘട്ടമായിരുന്നു അന്നാണ് എ പി ഉസ്താദിനെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചും രാഷ്ട്രീയക്കാർ വളരെയധികം മോശമായ രീതിയിൽ പല ആരോപണങ്ങളും കെട്ടിച്ചമച്ച് മർക്കസിൻ്റെയും അതുപോലെ നമ്മുടെ സംഘടനയും വളർച്ചയ്ക്ക് പ്രതികൂലമാക്കുന്ന രൂപത്തിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്ന കാലഘട്ടമായിരുന്നു അത്. പ്രധാനമായും അരീക്കാട് പള്ളി പ്രശ്നം പറഞ്ഞു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ താറടിക്കാൻ ശ്രമിച്ചു. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രവും അതുപോലെ കോഴിക്കോട് മലപ്പുറത്ത് ഇറങ്ങുന്ന ഒരു മാപ്പിളനാട് എന്ന പേരിലൊരു വാരികയുമായിരുന്നു. ഈ വാരികയിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ സംബന്ധിച്ചും ശംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ സംബന്ധിച്ചും വളരെ മോശമായ രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. വളരെ മലയാള ഭാഷയ്ക്ക് നിരക്കാത്ത രൂപത്തിലുള്ള, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത രൂപത്തിലുള്ള ഒരു ആരോപണമായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെതിരെ അവരുന്നയിച്ചത്. ഇതൊന്നും നമ്മുടെ സമൂഹം ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അതിനെ പ്രതികരിക്കാൻ വേണ്ടി, അതിന് മറുപടി പറയാൻ വേണ്ടി അന്നിവിടെ പത്രങ്ങളില്ല. നമുക്ക് അല്പമെങ്കിലും സഹായിച്ചിരുന്ന ഒരു പത്രം ലീഗ് ടൈംസ് ആയിരുന്നു. അവർക്ക് അഖിലേന്ത്യാ ലീഗിൻ്റെ പത്രമായ ലീഗ് ടൈംസ് ആയിരുന്നു അല്പമെങ്കിലും സഹായിച്ചത്. അവർക്ക് പരിധിയുണ്ട്, നമ്മൾ സഹായിക്കുന്ന പരിധിയുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ എന്താണ് ഇതിന് മറുപടി പറയാനുള്ള മാർഗമെന്ന് ഞങ്ങൾ കുറേ പ്രവർത്തകന്മാർ ഇരുന്ന് ആലോചിച്ചു. അതിൽ ബഹുമാനപ്പെട്ട ടി സി മുഹമ്മദ് മുസ്ലിയാർ, പറന്നൂർ പി പി മൊഹീദ്ദീൻ മുസ്ലിയാർ, പി കെ ആലിക്കുട്ടി മാസ്റ്റർ, അതുപോലെ സി ഹൈദരാജി, മൊയ്തീൻ ഷാ മാസ്റ്റർ, കെ എം മുഹമ്മദ് അർക്കിണർ, അതുപോലെ ബഹുമാനപ്പെട്ട എൻ ബി ഉമർ സാഹിബ്, പി എം കോയ മാസ്റ്റർ, അങ്ങനെ തുടങ്ങി 11 പേര് ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടി, കോഴിക്കോട് കിഡ്സ് ആൻഡ് ടൂറിസമിൽ വെച്ച് മീറ്റിംഗ് കൂടി ഈ ഒരു വിഷയം ചർച്ച ചെയ്തു. എന്താണ് ഇതിന് പരിഹാരം? നമുക്കൊരു പത്രമില്ല, നമുക്ക് നോട്ടീസ് അടിച്ചിറക്കാൻ പറ്റില്ല, എന്താണ് ഇതിന് പരിഹാരം? അങ്ങനെ എല്ലാവരും അഭിപ്രായപ്പെട്ട ഒരു പത്രം തുടങ്ങുക, അതല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് സാധാരണ എല്ലാവരും പത്രം തുടങ്ങൽ ഒരുപാട് കാലം ട്രയൽ കോപ്പി അടിച്ച് അതുപോലെ എല്ലാ സ്ഥലത്തും പിന്നെ വരിക്കാരെ ചേർത്ത് ഇങ്ങനെയൊക്കെയാണ് പത്രം തുടങ്ങുന്നത്. വലിയ മുന്നൊരുക്കങ്ങളോടെയാണ് തുടങ്ങാറ്. പക്ഷേ നമുക്കതിന് യാതൊരു സംവിധാനം അന്നുണ്ടായിട്ടില്ല. നമുക്ക് ഏതായിരുന്നു എല്ലാവരും കൂടി അഭിപ്രായപ്പെട്ടു
എന്താണ് ഇതിന് പരിഹാരം. അന്ന് മൊയ്തീൻ ഷാ മാസ്റ്റർ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, ഇവിടെ കോഴിക്കോട് ടൗണിൽ വലിയ സ്വാധീനമുള്ള വലിയ പണക്കാരനായ ഉണ്ണീരിക്കുട്ടി അടക്കമുള്ള പലരും പത്രം തുടങ്ങി പരാജയപ്പെട്ടതാണ്. നമ്മൾ പത്രം തുടങ്ങി ആ സമയത്ത് നമ്മൾ പത്രം തുടങ്ങി പരാജയപ്പെട്ടാൽ ഇത് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ മോശമായി തീരും എന്ന് ബഹുമാനപ്പെട്ട മൊയ്തീൻ ഷാ മാസ്റ്റർ പറഞ്ഞ ഇപ്പോഴും ഓർമ്മയാണ്. എന്നാൽ എല്ലാവരും ലാസ്റ്റ് ചർച്ച ചെയ്ത് എന്ത് വന്നാലും തിരക്കേടില്ല, ഒരു പത്രം തുടങ്ങിയേ തീരൂ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ രജിസ്ട്രേഷൻ കൊടുക്കാൻ വേണ്ടി രണ്ടാളെ ചുമതലപ്പെടുത്തി. അങ്ങനെ നമുക്ക് സിറാജ് എന്ന പേരുള്ള ഒരു, അന്ന് സിറാജ് എന്ന് പറഞ്ഞാൽ ആ ദീപം, ദീപിക എന്നുള്ള അർത്ഥമാണല്ലോ. ബഹുമാനപ്പെട്ട വൈരത്തുത്തങ്ങളാണ് ആ പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ തുടങ്ങാൻ വേണ്ടി പേര് കൊടുത്തു, 4-5 പേര് കൊടുത്തു. അതിൽപ്പെട്ട ഇതാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ആ സെലക്ട് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി. അപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഗൾഫിലായിരുന്നു. ഉസ്താദ് ഇവിടെ ഇല്ല. അന്ന് എ പി ഉസ്താദിനെ അന്ന് മൊബൈൽ എന്നുള്ള കാലഘട്ടമല്ലല്ലോ അന്ന്. കാരണം അന്ന് ലാൻഡ് ഫോണിലാണ് വിളിക്കാറ് എല്ലാവരും. ലാൻഡ് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറയണം. ഫോണിൽ ഒരു കൂടുതൽ കാര്യം പറയാൻ നിവൃത്തിയില്ല. എ പി ഉസ്താദ് വരുന്ന ഡേറ്റ് ഫിക്സാക്കി. ആ സമയത്ത് എ പി ഉസ്താദ് മംഗലാപുരത്ത് വിമാനം ഇറങ്ങുമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ബാംഗ്ലൂർ ഇറങ്ങി. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് ട്രെയിന് കയറി, തലശ്ശേരിത്ത് ആവുന്ന ട്രെയിന് കയറി പിന്നെ കോഴിക്കോട്ടേക്ക് വരികയാണ്. അത് കണക്കാക്കി എന്നെയും സി എ പറമ്പക്കടവിനെയും അന്ന് യോഗത്തിൽ വെച്ച് ചുമതലപ്പെടുത്തി. എ പി ഉസ്താദിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ഒരു പത്രം തുടങ്ങാനുള്ള അനുമതി എ പി ഉസ്താദിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് തലശ്ശേരിക്ക് മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തലശ്ശേരിക്ക് വന്നു. ആ ട്രെയിനിന് എ പി ഉസ്താദ് ഉണ്ടായിരുന്നു. അങ്ങനെ തലശ്ശേരി മുതൽക്ക് കോഴിക്കോട് വരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു. എ പി ഉസ്താദ് അന്ന് പറഞ്ഞത് വളരെയധികം വേദാന്താണ് പറഞ്ഞത്. ഒരു പത്രം തുടങ്ങുക എന്നുള്ള ചെറിയ വിഷയമല്ല, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരു പള്ളിയോ ഒരു മദ്രസയോ അല്ലെങ്കിൽ ഒരു കോളേജോ നടത്താനുള്ള പ്രയാസം പോലെയല്ല. ആരും അതിന് 10 പൈസ ആരും തരില്ല. എങ്ങനെയാണിത് നടത്തുക എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളാരും പറഞ്ഞു, മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഉസ്താദ് വിചാരിച്ചാൽ എന്തായാലും നടക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എ പി ഉസ്താദ് ഞങ്ങളുടെ വാക്കിന് ബഹുമാനപ്പെട്ട സി എ പറമ്പക്കടവക്കള വളരെ നയപരമായ രൂപത്തിൽ പറഞ്ഞ് ധരിപ്പിച്ചപ്പോൾ എ പി ഉസ്താദിന് വഴങ്ങി. ഇൻഷാ അല്ലാഹ് ആലോചിക്കാമെന്ന് പറഞ്ഞു തിരിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കോഴിക്കോട് വന്നിറങ്ങി. അന്ന് വലിയ സ്വീകരണം എ പി ഉസ്താദിന് കൊടുത്തിരുന്നു. കോഴിക്കോട് വെച്ച് മുതലക്കുളം മൈതാനിയിലും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ വലിയ സ്വീകരണം കൊടുത്തിരുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവിടെ പിന്നെ ഹാജരായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് വീണ്ടും മീറ്റിംഗ് കൂടി, കോഴിക്കോട് വെച്ച് മീറ്റിംഗ് കൂടി. അങ്ങനെ ബാക്കി കാര്യങ്ങൾ ഉസ്താദിന്റെ സാന്നിധ്യത്തിലായിരുന്നു അന്ന്. പിന്നീട് ഉസ്താദ് യോഗത്തിൽ പങ്കെടുത്തില്ല. ഉസ്താദിനോട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഉസ്താദ് പിന്നീട് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏപ്രിൽ 29-ാം തീയതി പത്രം തുടങ്ങാൻ വേണ്ടി അത് അന്ന് കോഴിക്കോട് മുമ്പ് ജനൈകം അടിച്ചൊരു പത്രമുണ്ടായിരുന്നു, ഒരു പ്രസ് ഉണ്ടായിരുന്നു. ആ പ്രസ് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ അവിടെ വെച്ച് പത്രം തുടങ്ങാൻ വേണ്ടി അഡ്വാൻസ് ഒക്കെ ചെറിയ എന്തോ 5-10 റുപ്യ അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ തീരുമാനമായി. അങ്ങനെ പത്രം അടിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അന്ന് ഇന്നത്തെ പോലെ ഓൺലൈൻ സംവിധാനമോ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത കാലമാണ്. അന്ന് അങ്ങനെ പത്രം തുടങ്ങാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത് ഞങ്ങൾ 4-5 പേര്. ശരിക്കും നിങ്ങളുടെ ഒരു ധൈര്യം എന്തായിരുന്നു? കാരണം ഇപ്പം ഇന്ന് തന്നെ പത്രങ്ങൾ തുടങ്ങുക എന്ന് വെച്ചാൽ അതിന് പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങൾ ആവശ്യമുണ്ട്. ആ കാലത്താണ് നമ്മളൊരു അന്ന് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കുക എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ ആയിരിക്കണം പത്രം, അല്ലെങ്കിൽ പത്രത്തിന്റെ പിന്നിലുള്ള സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നു? അതിനൊക്കെ ഞങ്ങൾ ഈ പിന്നെ മറ്റുള്ള കോഴിക്കോട്ടുള്ള പല പത്രപരസ്യം കുഞ്ഞുമൂസ സാഹിബ് അങ്ങനെ പല ആളുകളുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് പഠിച്ചു. അദ്ദേഹം തന്നെ നമ്മളെ സഹായിച്ചത് സി എം കുഞ്ഞുമൂസ ലീഗ് ടൈംസിൻ്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ സഹായിച്ച് ചുരുക്കത്തെ അന്ന് പത്രം തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് ഞങ്ങൾ 4-5 ദിവസം കൊണ്ട് പത്രം പിന്നെ അഡ്വാൻസ് കൊടുത്ത് പത്രത്തിന് സാധാരണ ഒരു പത്രം 4 പേജുള്ള പത്രം അന്ന് കല്ലച്ചാണ്, കല്ലച്ച് വെച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് പത്രം ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഇത് അന്നത്തെ നമ്മുടെ പ്രവർത്തകരിലേക്ക് ഈ സന്ദേശം പോയപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ സ്വീകരണം കിട്ടിയോ? കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ വലിയ ധാരണ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, എ പി ഉസ്താദ് പറയുന്നതും നമ്മുടെ സംഘടന പറയുന്നതൊക്കെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകന്മാർ. അവർ എ പി ഉസ്താദ് പറഞ്ഞ എന്തും പിന്നെ ശിരസാവഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ പ്രവർത്തകന്മാർ. അവരൊക്കെ പിന്നെ എന്ത് സഹിച്ചാൽ തിരക്കില്ല, ഞങ്ങൾ പിന്നിലുണ്ട് എന്നുള്ളൊരു പ്രചോദനം നമുക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ ഏറ്റവും പിന്നിലുള്ള സ്രോതസ് എ പി ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവർ വിചാരിച്ചാൽ എന്നൊരു ധൈര്യം തന്നെ ആ ധൈര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങി. ഏപ്രിൽ 29-ാം തീയതി പത്രം തുടങ്ങി. പിറ്റേ ദിവസം അന്ന് മെയ് ദിനമാണ്. 2-ാം ദിവസം ഒരു ദിവസം കഴിഞ്ഞു, പിന്നെ മെയ് ദിനമാണ്. അന്ന് ഒരു ഒഴിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ലാഭമാണ്. ഒരു പത്രം ദിവസം പത്രം ഇറക്കാനുള്ള ചെലവ് തന്നെ വലിയതായിരിക്കും. ആ രൂപത്തിൽ പിറ്റേ ദിവസം തന്നെ മെയ് ദിനത്തിന്റെ ഒഴിവാണ്. ഏതായിരുന്നാലും
അതൊക്കെ ഞങ്ങൾ സഹായകമായി. പിന്നീട് ഓരോ ദിവസവും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ഈ തുടക്കത്തിൽ സ്റ്റാഫ് സെലക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് പേരുണ്ടായിരുന്നു, അതോ നിങ്ങൾ ഈ 11 അംഗ ടീം തന്നെയായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നു? എല്ലാവരും ഇല്ല. അന്ന് പിന്നെ ഞാനുണ്ടായിരുന്നു, എൻ്റെ പുറമെ പിന്നെ CA പറമ്പക്കർ ഉണ്ടായിരുന്നു, പലരും പറമ്പക്കട പിന്നാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ, പിന്നെ PMKFC ഇവരൊക്കെ സഹായത്തിനുണ്ടായിരുന്നു. PMKFC അതുപോലെ അള്ളാഹു മർക്കദവും അതുപോലെ ഒരുപാട് പ്രവർത്തകന്മാർ സഹായത്തിനുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ പിന്നിൽ നിന്ന് സഹായിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓഫീസിൽ 4-5 പേരുണ്ടായിരുന്നു. ഇതിൽ ഈ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത്? മറ്റൊരു പത്രത്തിൽ ഏതെങ്കിലും ഇപ്പം ഇന്നൊക്കെ നമ്മളൊരു പത്രസ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു മാധ്യമ സ്ഥാപനം തുടങ്ങുമ്പോൾ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണല്ലോ രീതി? അങ്ങനെ ആരും ഉണ്ടായിരുന്നു. ഞാനൊരു പിന്നെ എൻ്റെ പഠിക്കുന്ന കാലത്ത് കയ്യെഴുത്ത് മാസികയുടെ പത്രാധിപരായിരുന്നു. ആ ഒരു ധൈര്യം എനിക്ക്. അന്ന് അതുപോലെ അത്യാവശ്യം ചന്ദ്രികയിൽ ഞാൻ ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു. ചന്ദ്രികയാണ് എനിക്കന്ന് എൻ്റെ ലേഖനങ്ങൾ ഒരുപാട് പ്രസിദ്ധീകരിച്ച പത്രമാണ് ചന്ദ്രിക. അതുകൊണ്ട് അവരോടൊപ്പം എനിക്ക് കടപ്പാടുണ്ടായിരുന്നു. അങ്ങനെ അതിലൊക്കെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ലേഖനങ്ങളും വാർത്തകളൊക്കെ എഴുതി ഞങ്ങൾക്ക് പരിചയമുണ്ട്. ആ ഒരു പരിചയം കൊണ്ട് ഞങ്ങളെല്ലാവരും പിന്നെ മുമ്പൊക്കെ പല വാർത്തകളും ഞങ്ങൾ തുടക്കത്തിൽ മറ്റു പത്രങ്ങളിൽ പിന്നെ ശേഖരിക്കുന്ന സ്വഭാവം വരെ ഉണ്ടായിരുന്നു. ലേഖകന്മാരെ വെച്ചു. പിന്നെ ദേശീയ വാർത്തകൾക്കൊക്കെ PT ചെയ്യാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതെ, അവർക്ക് മാസത്തിൽ ഫീസ് അടച്ചു കൊടുക്കാറുണ്ട്. അവരാണ് സഹായിച്ചത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ. ടെലിപ്രിന്റർ ആയിരിക്കും ഇത് കിട്ടുമായിരുന്നു. പിന്നെ ആദ്യത്തിൽ പിന്നെ കോഴിക്കോട് പോയി വാങ്ങിക്കൊണ്ടല്ലാണ്, വാങ്ങിക്കൊണ്ടല്ല, അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് പിന്നെ വളർന്ന് ഒരുപാട് കാലഘട്ടങ്ങൾ വലിയ പ്രതിസന്ധി. പിന്നെ ഒരു ദിവസം സാമ്പത്തികം തന്നെയാണ് മെയിൻ പ്രധാനം. ഇവിടെ എല്ലാവരും കടത്തിലായിരുന്നു. ആർക്കും പൈസ പിന്നെ ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ ഓഫീസ് പത്രം അയക്കാൻ പിന്നെ സംവിധാനം ഒക്കെ പൈസ വേണമല്ലോ. പത്രക്കടലാസ് ദിവസവും വാങ്ങണം. പത്രക്കടലാസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഞങ്ങൾ പത്രക്കടലാസ് വാങ്ങിയിരുന്നത് കോഴിക്കോടുള്ള ഈ മാതൃഭൂമി പത്രത്തിൻ്റെയും മനോരമ പത്രത്തിൻ്റെയും ഷീറ്റുകൾ ഷീറ്റുകൾ വാങ്ങി കുറഞ്ഞ നിരക്കിൽ കിട്ടുമായിരിക്കും. കട്ട് ചെയ്ത് തരുന്നവരുണ്ട്. അവരെ കൊണ്ട് പിന്നെ കട്ട് ചെയ്ത് അവരോട് വാങ്ങുമായിരുന്നു. റീൽ അങ്ങനെ വാങ്ങിയിട്ടാണ് ഒരുപാട് കാലം പത്രം പഠിച്ചത്. അങ്ങനെ ഉള്ള അനുഭവം. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ലീഗ് ടൈംസ് 2 ലീഗ് നമ്മൾ യോജിച്ചപ്പോൾ പിന്നെ ലീഗ് ടൈംസ് പറഞ്ഞ മാതിരി അന്ധവിശ്വാസം ഭരിക്കുന്ന കാലഘട്ടമായിരുന്നു. അന്നിപ്പോ സമുദായ പത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലീഗ് ടൈംസും ചന്ദ്രികയും മാത്രമേ ഉള്ളൂ. പിന്നെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ആ 2 പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ പത്രം പിന്നെ വായിച്ചപ്പതിപ്പ് ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ ഇതില്ല. മുമ്പ് സംസ്ഥയുടെ തന്നെ മുമ്പ് പിന്നെ ഇതൊക്കെ പിന്നെ വാർത്തകളൊക്കെ കൊടുക്കുക അൽബയാൻ എന്നൊരു പത്രം ഉണ്ടായിരുന്നു. അബ്ദുള്ള മൗലവി. പിന്നെ അറബി മലയാളത്തിലെ പത്രം ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് പല പത്രമാസികളും സുന്നി സംഘത്തിൻ്റെതായി സുന്നി ടൈംസ് ഉണ്ടായിരുന്നു. പിന്നീട് സുന്നി വോയിസ് ആയി. അതൊക്കെ വാരികകളും മാസികകളാണ്. അവസരം ദിനപത്രം ഉണ്ടായിരുന്നില്ല. ദിനപത്രം നമ്മുടെ ഇതാണ് ആദ്യമായിട്ടുണ്ടായിരുന്നത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് ഒരുപാട് അനുയായികളുണ്ട്. സമസ്തയിൽ തന്നെയും നമ്മെ അനുകൂലിക്കുന്നവരും നമ്മോട് പിന്നെ യോജിക്കുന്നവരും വളരെ കുറവായിരുന്നു. ഉണ്ട്, ഒരു നിഷ്പക്ഷമായ ആളുകളുണ്ട്. പക്ഷേ ഒരു ഭാഗം ലീഗിനെ സപ്പോർട്ട് ചെയ്തവർ അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പിന്തുണ നമുക്ക് കിട്ടിയിരുന്നില്ല. യഥാർത്ഥത്തിൽ പിന്നീട് അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അല്ല, ഈ പത്രം തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അന്ന് വലിയ എതിർപ്പുകൾ ഒരു ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഇപ്പം അന്ന് ലീഗ് ടൈംസ് ഉള്ള ഈ ചന്ദ്രികയൊക്കെ ഉള്ള ഇതേ പോക്കറ്റിലേക്ക് തന്നെയാണ് സിറാജും പോകേണ്ടത്. എതിർപ്പ് തന്നെ ഉണ്ടായിരുന്നു. കാരണം സിറാജ് തുടങ്ങരുതെന്ന് ആഗ്രഹിക്കുന്നവരും ഒന്നും ഉണ്ടായിട്ടുണ്ടാവും. അതിനൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? നമ്മൾ നയപരമായിട്ട് AP ഉസ്താദിലെ ആ നയപരമായ നീക്കം കൊണ്ട് പിന്നെ എതിർത്തു, പരാജയപ്പെടുത്തി. എല്ലാ സ്ഥലത്തും പത്രം എത്തിക്കും. സംസ്ഥയുടെ 60ാം വാർഷികം നടന്നപ്പോൾ ആണ് പത്രത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. അന്ന് നമുക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പത്രത്തിന്റെ 10% പോലും പത്രം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. വിതരണം വലിയ പ്രതിസന്ധി ആയിട്ടുണ്ട്. വിതരണം മറ്റു പത്രങ്ങൾ കൂടെ സഹായിച്ച് വിതരണത്തിനും പ്രശ്നം ഉണ്ടായിരുന്നില്ല. വിതരണം ചെയ്യുമായിരുന്നു. ഈ ഫീൽഡ് വർക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ഫീൽഡിലൊക്കെ പ്രചാരണത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ആളുകളെ വരി ചേർക്കാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രവർത്തകന്മാർ തന്നെയാണ് കുറെ വരിക്കാർ ചേർന്നത്. എപ്പോഴും ഓർമ്മിക്കുകയാണ് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് അവറുകൾ. തലയിൽ പത്രമേറ്റി നടന്ന ചരിത്രമൊക്കെ എപ്പോഴും ഓർമ്മയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ രാവിലെ ഇവിടെ വന്ന് പിന്നെ പത്രം വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ രാത്രി പത്രം അയച്ചു കൊടുക്കും. എന്നിട്ട് വൈകിട്ട് അന്ന് തന്നെ മൂപ്പര് പിന്നെ അതിന്റെ ബില്ലടക്കും. ആദ്യം 10 പത്രം തുടങ്ങി, പിറ്റേ ദിവസം 20ആയി. അങ്ങനെ 100ലധികം പത്രം തന്നെ ബഹുമാനപ്പെട്ട തലയിൽ വെച്ച് ഏറ്റിക്കൊണ്ടുപോയി പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. ശരിക്കും അതൊക്കെ വലിയൊരു കരുത്ത് തന്നെയാണ്. അത്രയും സ്വാത്വികരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ വലിയൊരു മതിപ്പും നമ്മുടെ ഇത് ആവശ്യമാണെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് അവർക്ക് ഇതിനൊക്കെ പിന്നെ ഇറങ്ങാനുള്ള കാരണം. ഇങ്ങനെയാണ് സംഭവം. ഇപ്പം നമ്മുടെ വാർത്തകൾ ചന്ദ്രിക അടക്കമുള്ള പൂർണ്ണമായിട്ട് തമസ്കരിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും. കൊടുത്തിരുന്നില്ല. ബഹുമാനപ്പെട്ട TC ഉസ്താദ് എന്തോ ഒരു നിബിധന വാർത്ത കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഉസ്താദിന് മുമ്പ് തന്നെ കീറി കൊണ്ട്
പരസ്യമായി കോട്ടയിലിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് അദ്ദേഹം ഇന്ന് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതിപ്പോൾ പിന്നെ ഇയാളെ കൂടിയാണ്, ശേഖരൻ്റെ കൂടിയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് അന്ന് ടി സിയോട് പറഞ്ഞിട്ടുണ്ട്, അവർ വേറൊരു ടി സി അവരുണ്ടായിരുന്നു, പറഞ്ഞപ്പോൾ ഓർമ്മയാണ്, നിങ്ങൾ അയാളെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടാക്കൂലെന്ന്. അയാളെ കൂടെ നിങ്ങൾ കൂടുന്നാൽ നിങ്ങൾ അഡ്രസ്സ് നഷ്ടപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പലപ്പോഴും വന്ന് പറയാറുണ്ട് ആ സംഭവം. ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട ടി സി മുഹമ്മദ് മുസ്ലിയാർ അവരുകൾ നബറുല്ലാഹു മർക്കദു, അദ്ദേഹം ടി സി സിറാജ് റീഡേഴ്സ് ഫോറം എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അദ്ദേഹവും പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നു. എല്ലാവരും പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നു. പിന്നെ ഗൾഫിൽ വരെ പോസ്റ്റ് വഴിക്കാണ് പത്രം അയച്ചു കൊടുക്കുന്നത്. സൗദി അറേബ്യയിലേക്ക് ഇന്നത്തെക്കാളും വൈകിട്ടായിരിക്കില്ലേ പത്രം അവിടെ? പത്രം അവർക്ക് എന്തോ ഒരു കടലാസ് സിറാജ് പേരിൽ കിട്ടിയാൽ മതി. വാർത്ത അറിഞ്ഞില്ല. നമ്മുടെ സംഘടന ഈ പൂർവികരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിറാജ് എന്നുള്ള മാസ്റ്റർ ഹെഡ് വെച്ചിട്ട് ഒരു വൈറ്റ് പേപ്പർ ഇറങ്ങിയാൽ പോലും അന്ന് ആളുകൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അതാണ് സംഭവം. പിന്നീട് ഈ പത്രം ഇന്ന് ഇതിന് മുന്നിട്ടിറങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ എല്ലാവരും മരണപ്പെട്ടു പോയി. കഴിഞ്ഞ വർഷമാണ് ബഹുമാനപ്പെട്ട ലാസ്റ്റ് VM കോയ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ദർജ കൊടുക്കട്ടെ. പിന്നീട് ഇപ്പം ഞാൻ മാത്രമേ അക്കാലത്ത് ഇതാണ് പത്രത്തിന്റെ സ്ഥിതി ഉള്ളത്. അന്ന് ഇപ്പം ഈ വാർത്താ ശേഖരണ രീതികളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം റിപ്പോർട്ടർമാരൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. റിപ്പോർട്ടർമാർ മിക്കവാറും സ്ഥലത്ത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ ബസ്സിന് അയക്കും, വാർത്തകൾ അയക്കും. ബസ് സ്റ്റാൻഡിൽ ബോക്സ് വെക്കും. ആ ബോക്സിലേക്ക് ബസ്സുകാരെ കൊടുത്തയക്കുന്ന അത്. കാരണം അന്ന് ഫാക്സോ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അന്ന് എന്ത് ചെയ്യും, ഇവർ ഈ ബസ്സിൽ ഡ്രൈവർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെക്കുന്ന ബോക്സിൽ ന്യൂസ് ഇടും. അത് വൈകുന്നേരം പോയി കളക്ട് ചെയ്തിട്ട് അതാണ് പിന്നെ നമ്മൾ വാർത്തയെ കൊടുക്കൽ. അന്നത്തെ അവരെ അയച്ച കൂട്ടത്തിൽപ്പെട്ടാണ് ഇയാൾ ഹനീഫ കുരിക്കളകത്ത്, അതുപോലെ അന്നത്തെ ലേഖകന്മാർ മരിച്ചുപോയി. അതുപോലെ ഒരു ഖാലിദ് ഉണ്ടായിരുന്നു കാസർഗോഡ്, പിന്നെ ഷംസുദ്ദീൻ ആലപ്പുഴ. ഇവരൊക്കെ അങ്ങനെയാണ് പത്രം. ഇവരൊക്കെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരാണ്, അതാണ് ഇപ്പോൾ അയച്ചിരുന്നത്. പിന്നെ തിരുവനന്തപുരത്തൊക്കെ ലേഖകന്മാരുണ്ടായിരുന്നു. അവരൊക്കെ അയക്കൽ ഈ രൂപത്തിലാണ് അയക്കൽ, ടെലിഫോൺ മുഖേനയും അതുപോലെ ഈ രൂപത്തിലാണ് അയക്കൽ. അന്ന് രാവിലെ അയച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് കിട്ടും. ആ രൂപത്തിലുള്ള ട്രെയിൻ. ഇതിപ്പോൾ ഇന്നൊക്കെ നമുക്ക് പത്രം ഏറ്റവും വൈകിട്ട് പ്രിന്റ് ചെയ്യാൻ കഴിയും, കാരണം നിമിഷങ്ങൾ മതി പത്രം തയ്യാറാക്കാൻ, അതിന്റെ പ്രോസസ്സിനൊന്നും സമയം വേണ്ട. പക്ഷെ അന്ന് എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രോസസ്സിംഗ്? അതായത് ഈ പിന്നെ മലബാർ എക്സ്പ്രസ് അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ് പിന്നെ ഈ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കാസർഗോഡത്ത് വരാൻ ലാസ്റ്റ് പോകുന്ന ട്രെയിൻ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ്. അതിന് കണക്കായിട്ട് പത്രം അടിക്കും. അപ്പോൾ കുറച്ച് ആ പത്രത്തിന് കാസർഗോഡ് ട്രെയിനായിരുന്നു കൊണ്ടുപോകുന്നത്. അതേമാതിരി പിന്നെ ഇങ്ങോട്ട് തെക്കോട്ടും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിനാണ് കൊണ്ടുവരുന്നത്. പിന്നെ കുറേ കാലം പിന്നെ അതന്നെ പിന്നെ മറ്റുള്ള കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. മിക്കവാറും എല്ലാ ഭാഗത്തും എത്തിയിരുന്നു. പിന്നെ മറ്റേ എഡിഷൻ ഈ കോഴിക്കോട് എഡിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ വളരെ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. നാളെ പത്രം അടിക്കാൻ കഴിയുമോ എന്നൊക്കെ തോന്നിയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പലപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്, ഞാൻ ഹജ്ജിൻ്റെ വളണ്ടിയറായിട്ട് SVSന്റെ കീഴിൽ ഞാൻ പോയിരുന്നു. അന്ന് ഹജ്ജ് വളണ്ടിയർമാർക്ക് ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അവയൽ തങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിച്ചൊരു സമയമുണ്ട്. അന്ന് ക്ലാസ്സിൽ പിന്നെ ഞങ്ങൾ അമീറന്മാരൊക്കെ എല്ലാവരും ഇരുന്ന് ക്ലാസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി പോകുന്നതുകൊണ്ട് തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് TKC വിളിക്കുന്നത് പത്രം TKC തന്നെ വിളിക്കുകയാണ്. പിന്നെ വിളിക്കുന്നത് അവിടെ ഒരു ഓഫീസിൽ പോകേണ്ട, അവിടെ നിന്ന് വിളിക്കുകയാണ്. മൊബൈലില്ല, പത്രം പിന്നെ ഇന്ന് നാളെ അടിക്കാൻ പത്രമില്ലാന്ന്, കടലാസില്ലാന്ന്. ആ ഒരു ബേജാറിൽ ഞാൻ എങ്ങനെ കടലാസിൻ്റെ മാത്രമല്ല പൈസ വേണമല്ലോ, കടമായിട്ടാണ് പലപ്പോഴും നടത്തിക്കൊണ്ടത്. അങ്ങനെ ആ സമയത്ത് അത് വിളിച്ച് പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയപ്പോൾ തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. അമീറമാർ പിന്നെ ശരിക്കും ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചതിനോട് ദേഷ്യം പിടിച്ച് ഇപ്പോഴും ഓർമ്മയാണ്. അങ്ങനെ സത്യത്തിൽ തങ്ങളോട് എനിക്ക് തിരുത്തി കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇതാണ് കാരണം എന്നല്ല, സത്യത്തിൽ അത്ര പോലും ഞങ്ങൾ വിഷമിക്കാറുണ്ട്. പലപ്പോഴും ഈ പെരുന്നാൾ സമയത്ത് ബഹുമാനപ്പെട്ട എബി ഉസ്താദ് പിന്നെ പെരുന്നാൾ സമയത്താണ് ഗൾഫിൽ നിന്ന് നോമ്പിന് തിരിച്ചെത്തുന്നത്. ആ സമയത്ത് ഇവർക്ക് കുട്ടികൾക്കൊക്കെ അല്ല പിന്നെ പണിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടോ. ശമ്പളം കൊടുക്കാൻ യാതൊരു വകുപ്പും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കാത്തു നിൽക്കും ആരും. പക്ഷേ എല്ലാവരും പിന്നെ വളരെ ക്ഷമയുള്ളവരാണ്. അന്ന് പിന്നെ അക്കാര്യത്തിൽ ആർക്കും ഒരു വിഭാഗം എല്ലാവരും വളരെ ക്ഷമയോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും. മിക്കവാറും നമ്മുടെ പ്രവർത്തകർ തന്നെ നമ്മളോട് സഹകരിക്കുന്നവരാണ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകം ഓർമ്മിച്ചാൽ അന്ന് TKC മുഹമ്മദ് സൈദലി മാസ്റ്റർ, അതുപോലെ ഒരു തങ്ങളുണ്ട്, ഇവരൊക്കെ വളരെ തങ്ങൾ, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാം നല്ല സജീവമായി പ്രവർത്തിക്കുന്ന അഷ്റഫ് ഇപ്പോഴുണ്ടെന്ന് സംശയം, സലീം,
അതുപോലെ പിന്നെ അശോക് നമ്മളെ HR മാനേജറാണ്. അതുപോലെ പിന്നെ ഡെസ്കിലുണ്ടായിരുന്ന ലത്തീഫ് ഫൈസി, അതുപോലെ KTM കുട്ടി, ലത്തീഫ് ഫൈസി ആണെന്ന് തോന്നുന്നില്ല ആദ്യത്തെ സ്റ്റാഫ് സിറാജിലെ, അങ്ങനെ പറയുന്നത് മരിച്ചുപോയ ബാവ, KTM കുട്ടി, ഇവരൊക്കെ മരിച്ചിട്ടുണ്ട്. അതുപോലെ അബ്ദുൽ അസീസ് സഖാഫി ഉണ്ടായിരുന്നു. ഇവരൊക്കെ അന്നത്തെ വെള്ളശ്ശേരി സഖാഫി ഇവരൊക്കെയാണ് ഡെസ്കിലുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെയാണ് സഹായിച്ചത്. അവർക്ക് എല്ലാവരും അവരൊക്കെ ഒരു മുൻനിര ടീം തന്നെ ആയിരുന്നു. കാരണം അവരൊക്കെ ഈ പ്രായമുള്ള സമയത്ത് പോലും വളരെ ഗംഭീരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സമയം നോക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ. ആ തോതിൽ ജോലി ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറയും. എന്നാലും സംഗതി എല്ലാവർക്കും ഉള്ള സ്നേഹമാണ്, പരസ്പരം സ്നേഹമാണ്. ഈ ചില വാർത്തകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പം അന്ന് ഭീഷണികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്ന അനുഭവം. ഇപ്പം പ്രത്യേകിച്ച് അന്ന് ഉസ്താദിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ ചില മറുപടികളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെരും ചീത്തകളാണ് ചിലപ്പം പിന്നെ കിട്ടാറ്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത്രയും പിന്നെ വളരെ വളരെ രൂപത്തിലുള്ള എതിർപ്പുകളൊന്നുണ്ട്. എല്ലാ എതിർപ്പുകളും ഫോണിൽ കൂടിയാ പറയാം. ഇപ്പോൾ വാർത്തകളൊക്കെ വരുമ്പോൾ ഇപ്പം സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇപ്പോൾ അന്നത്തെ കാലത്ത് നമുക്കിപ്പം സോഴ്സുകളൊന്നും അധികം ഇല്ലല്ലോ, കുറഞ്ഞ സോഴ്സുകളുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വാർത്തകളുടെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഉറപ്പാക്കാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അതൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ തന്നെയാണ് മിക്കവാറും സ്ഥലത്തെ ലേഖന്മാർ. അവർ അയക്കുന്ന വാർത്തകളാണ് പിന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പ്രാദേശിക തലത്തിലൊക്കെ സംഘടനാ പ്രവർത്തകന്മാരാണ്, അവരാണ് അവരെ അത് നമ്മൾ വിശ്വസിക്കുകയാണ്. അതെ 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 അതെ. അന്നത്തെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ആ കാലത്തിൽ എന്തെങ്കിലും ഓർക്കുന്നുണ്ട്? ഇപ്പം ഡെസ്കിലൊക്കെ ഉണ്ടായപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകളെ സംബന്ധിച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടോ? പിന്നെ മാനനഷ്ട കേസുകളൊക്കെ പലക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ എനിക്കെതിരായിട്ടും അതുപോലെ പിന്നെ പബ്ലിഷർ ബോധപൂർവം കൊടുക്കുന്നതും ഉണ്ടാവും. പത്രത്തെ തകർക്കാനുള്ള ഒരു ശ്രമമായിരിക്കുമല്ലോ ഉണ്ടാവുക. പിന്നെ ഒരു സംസിയ തരീക്കത്തിൻ്റെ പേരിൽ ഒരു പിന്നെ ദീപാണ് തങ്ങൾ കേസ് കൊടുത്തിരുന്നു. അത് അവസാനം പിന്നെ കോടതി തള്ളി. പിന്നീട് ആളും അപ്പീൽ പോയി. അവസാനം പിന്നെ ശിക്ഷിച്ച നമ്മളെ ഒരു 1000 രൂപ ഫൈനെടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഉണ്ടായത്. അന്ന് ഇപ്പം നമ്മൾ പത്രം തുടങ്ങുന്നത് ഈ വലിയ അവഗണനക്കെതിരെ ആയിട്ടാണല്ലോ പത്രം തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ പത്രം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ചന്ദ്രിക ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ ഒക്കെ നിലപാട് എന്തായിരുന്നു? അവർ പിന്നെ പത്രം നിലക്ക് പിന്നെ ഞങ്ങൾ പിന്നെ പരസ്പരം കടമാകലൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ആർക്കും ഇതുണ്ടായില്ല. ചന്ദ്രിക എന്നവരെ ന്യൂസ് പ്രിന്റ് കടമായിട്ടുണ്ട്, അവർ നമ്മളോടുമായിട്ടുണ്ട്, അവരോട് ഞങ്ങൾ വാങ്ങാറുണ്ട്. അതൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ കടമ അതൊരു നടന്നു വരുന്ന സ്വഭാവമാണ്. അതിലൊരു അന്ന് പത്രപ്രവർത്തകന്മാരിൽ വേറൊരു അവർ പരസ്പരം സഹകരിക്കും, അവർ സഹകരിക്കാറുണ്ട്. അവസാനത്ത് മാനേജിംഗ് കമ്മിറ്റി ആണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? ഫസ്റ്റിൽ ആദ്യത്തിൽ പിന്നെ ഓഫീസ് ഉണ്ടായിരുന്നത് അശോകപുരത്ത് ഇതിനോട് ചേർന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ജനയുഗം പത്രം അടിച്ച ബസ്സിനോട് ചേർന്ന് തന്നെ ഓഫീസ് ഉണ്ടായിരുന്നത്. വാടക കെട്ടിടം അതിന് വാടക കൊടുക്കും. പിന്നെ ഈ ഇതും പിന്നീടാണ് ഈ സ്ഥലം ബഹുമാനപ്പെട്ട പിന്നെ ഉസ്താദും അതുപോലെ അധികാരിയൊക്കെയാണ് ഇടപെട്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. അന്നൊരു വീടായിരുന്നു, പഴയ വീടായിരുന്നു. ആ വീടിൻ്റെ കോലയിൽ വെച്ചാൽ കുറേ കാലം നടത്തിയത്. അങ്ങനെ പിന്നീട് ബിൽഡിംഗ് ഉണ്ടാക്കി, ബസ്സിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കി. പിന്നീട് പിന്നെ ആ ബിൽഡിംഗ് ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് പിന്നെ പോകുന്നത്. അത് പ്രസ് നമ്മൾ പുതുതായി വാങ്ങി അതോ പിന്നെ ഒരു പ്രസ് വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുത്തതിന് പക്ഷേ അതിന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഓഫ്സെറ്റ് ബസ്സിന് ഓർഡർ കൊടുത്തിട്ട് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. പിന്നീടാണ് ഈ ലീഗ് ടൈംസിന്റെ ബസ് വാങ്ങിയത്. ലീഗ് ടൈംസ് അതോടുകൂടി മൃതി അടഞ്ഞൊരു സമയമായിട്ടുണ്ട്. വില കൊടുത്ത് വാങ്ങി. സിറാജ് കൂടി വന്നതോടുകൂടി ലീഗ് ടൈംസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറയാം അല്ലേ? അല്ല, സിറാജ് വന്നല്ല, അവർക്ക് അവരുടെ ലീഗ് നമ്മൾ യോജിച്ചു. അഖിലേന്ത്യാ ലീഗും ഒന്നായി മാറി. രണ്ട് യൂണിവേഴ്സ് ലീഗും അഖിലേന്ത്യാ യോജിച്ചപ്പോൾ അവർക്ക് പത്രത്തിന്റെ ആവശ്യമില്ല. അതോടുകൂടി തന്നെ അവർ തന്നെ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്താണ് യോജിപ്പുണ്ടായത്. അതോടുകൂടി ഞങ്ങളെ പത്രം ഞങ്ങളെ പ്രസ് വാങ്ങുകയും ചെയ്തുകൊണ്ട് അവർക്ക് വലിയ ആശ്വാസമായി. ആ പത്രത്തിൽ നിന്ന് കുറച്ച് കാലം ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അങ്ങനെ കുറെ കാലം അടിച്ചിരുന്നത്. അതിങ്ങനെ അക്ഷരങ്ങൾ പെറുക്കി വെച്ചിട്ട് പിന്നീടാണ് വന്നത്. ഞങ്ങൾക്ക് ഈ ആദ്യമായി പുതിയ രൂപത്തിലുള്ള ഓഫ്സെറ്റ് സംവിധാനം വരുന്നതിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട് പിന്നെ പ്രസ് അക്കാദമി ഒരു ശില്പശാല സർക്കാരിന് നടത്തിയിരുന്നു. ഞാനും ഈ പത്രപ്രവർത്തനങ്ങളുടെ പുതിയ ട്രെൻഡുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി. അത് അമേരിക്കയിൽ നിന്ന് വന്നൊരു ടീമാണ്. അവരാണ് ഈ പ്രസിൻ്റെ തുടക്കവും അവരാണ് തുടങ്ങിയത്. അന്ന് ഞങ്ങൾ മീറ്റിംഗ് നടന്നു കൊടുക്കുമ്പോൾ അപ്പം തന്നെ ഇത് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു വന്നു. ഒരു ഇപ്പം തന്നെ അടിച്ച് കാണിച്ചു തന്നിട്ട് ആ രൂപത്തിൽ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഓഫ്സെറ്റ് പ്രസിന്റെ ഒരു തുടക്ക സമയമാണ് ഇത്. ഫസ്റ്റ് അന്നൊക്കെ നമ്മളിപ്പോൾ പത്രം തയ്യാറാക്കിയത് ഒരു ഡമ്മി ഷീറ്റ് തയ്യാറാക്കിയിട്ട് അതാണോ പ്രസ്സിലേക്ക് കൊടുക്കുന്നത്? അതോ തയ്യാറാക്കി നമ്മൾ എഴുതി തയ്യാറാക്കിയ സാധനം കൊടുത്തിട്ട് പ്രസ്സിൽ നിന്നാണോ ഇത് കമ്പോസ് ചെയ്ത് വരുന്നത്? കമ്പോസ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് പ്രൂഫ് നോക്കും, പ്രൂഫ് നോക്കും. ഇന്ന വാർത്ത പ്രധാന വാർത്തയായി വരണം എന്നുള്ളതൊക്കെ തീരുമാനിച്ച് അങ്ങനെയാണ് കൊടുക്കാറ്.
അന്ന് പിന്നെ ഈ PT വാർത്തകൾ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടാണ് പിന്നെ ദേശീയ വാർത്തകൾക്ക് അതിനെ കൊടുക്കാറുണ്ട്. അതിൽ പിന്നെ ലീഡ് ന്യൂസൊക്കെ അതിനെ ഒരു പ്രത്യേക കാണിക്കും. അത് ഇന്ദിരാഗാന്ധിയുടെ വധം, രാജീവ് ഗാന്ധിയുടെ വധം, ഇതൊക്കെ വലിയ വാർത്തയായ സമയമായിരുന്നു. വലിയ വാർത്തയായ സമയത്ത് നമുക്ക് ആ സമയത്ത് തന്നെ അല്ല PT തന്നെയാണ് നമുക്ക് തരാറുള്ളത്. അന്ന് പിന്നെ അപ്പൊ അങ്ങനത്തെ പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പത്രം കൂടുതൽ കോപ്പി അടിക്കാനോ അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങളോ ഒക്കെ നടത്തിയിരുന്നോ? അന്ന് ചില സമയത്ത് അപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്, അന്ന് ആർക്കും പത്രം അന്ന് അടക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ട്രെയിനിൽ അയക്കുന്ന ഒരു പത്രം നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അവരവരുടെ വണ്ടി. ശരി. അപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് വാഹനങ്ങളൊക്കെ ഹർത്താലായതുകൊണ്ട് ഒറ്റ വാഹനം പോയില്ല. വടകര പിന്നെ ടൗണിൽ നമ്മൾ ട്രെയിനിൽ നമ്മളെ പത്രം മാത്രമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. അത് ശരി. മറ്റു പത്രങ്ങളൊക്കെ സർക്കുലേഷൻ ചെയ്യാൻ കഴിയാതെ അയക്കാൻ പറ്റിയില്ല. ട്രെയിനിൽ വരുന്ന പത്രം നമ്മൾ മാത്രമേ ഉള്ളൂ. ആ പത്രം നമ്മളെ ഏജന്റ് വിതരണം ചെയ്തപ്പോൾ അയാൾ നമുക്ക് വലിയ പ്രസക്തി കിട്ടിയിട്ടുണ്ടാവും. അന്ന് പിന്നെ പത്രം നല്ല ഇരട്ടി പൈസ ഒക്കെ വാങ്ങിയെന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് മുഴുവൻ പിടിച്ചു പറിച്ച് വാങ്ങിക്കൊണ്ട് അറിയാൻ വേണ്ടി. അല്ല, അന്നിപ്പോൾ ആളുകൾക്ക് വാർത്ത അറിയാൻ പത്രത്തിനപ്പുറത്തേക്ക് ഒരു സോഴ്സും ഇല്ലല്ലോ. അന്ന് റേഡിയോ ഇതൊക്കെ തന്നെയല്ലേ, റേഡിയോ മാത്രമാണ് പിന്നെ ഉള്ളത്. പിന്നെ ടെലിവിഷൻ ഇങ്ങനെ തുടങ്ങി വരുന്ന ഒരു സമയമാണ്, ദൂരദർശന്റെ ഒരു കാലം. ഇങ്ങനെയൊക്കെയാണ് സംഗതി ഉള്ളത്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു 40 വർഷം ഇങ്ങോട്ട് ഇപ്പോൾ സാറെ സംബന്ധിച്ചിടത്തോളം സിറാജിന്റെ ആ തുടക്കവും ഇപ്പോഴെത്തി നിൽക്കുന്ന സിറാജും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്കുള്ളൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. അതിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗ്രാജുവൽ ആയിട്ടാണല്ലോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ നല്ല ഇപ്പൊ നല്ലൊരു പിന്നെ സെറ്റപ്പുള്ള പത്രമായി മാറിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ പിന്നെ അവിടെ കിടപിടിക്കുന്ന പത്രം തന്നെയാണ് സിറാജിന്ന്. ഇപ്പോഴും വളരെ സന്തോഷമുണ്ട്. നമുക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന വിഷയമാണത്. നമ്മൾ തുടക്കം ഒരു സാധനം എന്ന നിലയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയ വിഷയമാണത്. അന്ന് ഇങ്ങനെയൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നോ? കുറെ കാലങ്ങൾക്കപ്പുറത്തേക്ക് അന്ന് ഇതൊരു കാലാകാലത്തേക്കും കൊണ്ടുപോകണം എന്നൊരു ടാർഗറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതോ അന്നത്തെ ആ ഒരു പ്രതിസന്ധിയിൽ തുടങ്ങിയ ആഗ്രഹമാണ്. പക്ഷേ ആഗ്രഹം നിലനിൽക്കുമെന്ന് അറിയില്ല. ആ രൂപത്തിലാണ് ഒരുപാട് ഗൾഫിലൊക്കെ നമുക്ക് മിക്കവാറും ഉണ്ടായ സാമ്പത്തിക സ്രോതസ് ഈ മർക്കസ് സമ്മേളനം വരുമ്പോൾ ഉണ്ടായിരുന്ന കുറേ പിന്നെ സപ്ലിമെന്റുകൾ, അതിലേക്ക് കിട്ടുന്ന പ്രവർത്തകന്മാർ അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുന്നത്. ഇപ്പോഴും അടുത്ത കാലത്ത് വരെ നമ്മൾ അത്തരത്തിൽ സപ്ലിമെന്റുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിരുന്നത് അതൊരു വലിയ സോഴ്സ് ആയിരുന്നു. നമുക്ക് വർഷം പിന്നെ കിട്ടുന്നൊരു സോഴ്സ് ആയിരുന്നു. പിന്നെ മറ്റു പരസ്യങ്ങളൊക്കെ എങ്ങനെ, ഈ പൊതു സ്ഥാപനങ്ങളുടെ ഒക്കെ പരസ്യങ്ങൾ ആ സമയത്തൊക്കെ നമുക്ക് കിട്ടിയിരുന്നു? അന്ന് പിന്നെ നമുക്ക് വളരെ കുറഞ്ഞ പരസ്യങ്ങൾ കിട്ടിയിരുന്നുള്ളൂ. അത് അന്ന് നമുക്ക് പരസ്യം സ്വീകരിക്കാൻ വേണ്ടി 1-2 ഏജന്റുമാരുണ്ടായിരുന്നു. അവര് കൊണ്ടുവരുന്ന പരസ്യങ്ങളാണ്. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ബാങ്ക് പരസ്യം നമ്മൾ ഒന്നും കൊടുത്തിരുന്നില്ല, അതുപോലെ സിനിമാ പരസ്യം കൊടുത്തിരുന്നില്ല. ഇപ്പോഴും നമ്മൾ ആ നിലപാടുകൾ അതാണല്ലോ, നമ്മൾ ഈ 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ആ നിലപാടിൽ ഒരിക്കൽ പോലും വെള്ളം ചേർത്തിട്ടില്ല. അതാണ് വലിയ സന്തോഷം. അതെ അതെ. വാർത്തകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സത്യസന്ധമായ വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ വളരെ ഇപ്പൊ നമ്മളൊക്കെ തന്നെ ഈ ന്യൂസ് റൂമിൽ ഒരു വാർത്ത വരുമ്പോൾ ചാടി വീണ് കൊടുക്കുന്നതിന് ന്യൂസ് റൂമിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിന് നെല്ലും പതിരും വേർതിരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ചില അബദ്ധങ്ങളിലൊക്കെ ചാടും. അത് നമുക്ക് കാരണം നമുക്ക് കിട്ടുന്ന വാർത്തകളുടെ സോഴ്സ്. ഇന്നിപ്പം ടെലിവിഷൻ മാധ്യമങ്ങൾ വലിയ തോതിൽ മാധ്യമപ്രവർത്തന രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയല്ലോ. അതിൽ കുറെ നല്ല മാറ്റങ്ങളുണ്ട്, വളരെ മോശമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രവണതയിലേക്ക് മാധ്യമപ്രവർത്തനം വാർത്തകൾ പലതും പല പച്ച പൊള്ളുകൾ ആൾക്കാരെ അടിച്ചുവിടുന്നുണ്ടല്ലോ. അതെ അതെ, വെറും സെൻസേഷനലിസം അത് മാത്രമാണ് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുന്നിലുള്ള. അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടുകളോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വരുന്നത്. ഇതൊക്കെ പണ്ടും ഇങ്ങനെ സെൻസേഷനലിസം ഈ ഒരു പിന്നെ ഒരു ഒന്ന് പ്രശ്നത്തിന്റെ പിന്നാലെ കൂടുന്ന രീതിയൊക്കെ അന്നുണ്ടായിരുന്നോ? അന്ന് അങ്ങനെ ഒരു നമ്മളെ ധാർമ്മികമായ രൂപത്തിലാണ് നമ്മൾ നീക്കുന്നത്. ആ സ്വഭാവം നമ്മൾ നിലനിർത്തി പോന്നിട്ടുണ്ട്. വെറുതെ ഒരാളെ പിന്നാലെ ആക്രമിച്ചിട്ട് ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവം പണ്ടേ ഇല്ല, പ്രോത്സാഹിപ്പിക്കാറില്ല. നമുക്കത് ഇനിയിപ്പോൾ അന്ന് നമ്മൾ എതിർത്തവരോട് വരെ നമ്മൾ നല്ല സമീപനമാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അന്ന് നമ്മൾ ഒരുപാട് കോളങ്ങളതിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. നല്ല സമീപനത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചില വിഷയങ്ങളൊക്കെ സമസ്തക്കെതിരായിട്ടും അതുപോലെ നമ്മുടെ മർക്കസിനെതിരായിട്ടൊക്കെ വരുന്ന നീക്കങ്ങളെ നമ്മൾ വളരെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ പ്രതിരോധിക്കാൻ സാധിച്ചു. ഒരുപാട് പിന്നെ കളവുകൾ പ്രചരിപ്പിച്ചിട്ട് ചന്ദ്രയിലും അതുപോലെ പല പത്രങ്ങളിലും ഒരുപാട് കളവുകൾ എഴുതി വിട്ടിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ശരിക്കും പ്രതികരിച്ചിട്ടുണ്ട്. ശരിക്കും പറയാമെങ്കിൽ അത് നമ്മുടെ പത്രം കൊണ്ടാണ് നമ്മൾ അത് വിജയിച്ചു തന്നെ പറയണം. ഇപ്പോഴും ഓർമ്മയാണ് ബഹുമാന പരീക്കുട്ടി ഹാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പരീക്കുട്ടി ഹാജി റിപ്പോർട്ട് ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടായി. ഇപ്പോൾ AP ഉസ്താദിനെതിരായിട്ട് ഈ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി സമസ്ത നിയോഗിച്ചൊരു കമ്മിറ്റി ഉണ്ട്. പരീക്കുട്ടി ഹാജിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ തന്ന റിപ്പോർട്ട് ഇപ്പോഴുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ
വളരെ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. AP ഉസ്താദ് ഇതിൽ നിന്ന് ഒരു നയ പൈസ പോലും സ്വന്തമായ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് ലേഖനത്തിൽ എഴുതിയിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും ലേഖനം എഴുതിയിരുന്നു. അത് വലിയൊരു ഉസ്താദിന്റെ വളർച്ചയിലും ഒരു വലിയ പങ്ക് സിറാജിനുണ്ടാവുമല്ലോ. പറയാനുള്ളത് അതന്നെയാണ് പറയാനില്ല. ഉസ്താദിന്റെ വലിയ തോഫിക്കാണല്ലോ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ഇന്ന് ലോകം അറിയപ്പെടുന്ന നേതാവായി ഉസ്താദ് മാറി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇത്ര നേരം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സിറാജിന്റെ ഒരുക്കപ്പാട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എന്തില്ല വേണ്ട കാര്യങ്ങൾ അല്ല, നമുക്ക് ആ ചരിത്രങ്ങൾ എക്കാലത്തും പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ആ ചരിത്രങ്ങൾ അറിയുക എന്നത് തന്നെ ഏതൊരാൾക്കും, നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ വളരെ സന്തോഷം. ദീർഘകാലം ഇനിയും നമ്മളോടൊപ്പം ഉണ്ടാവണം. അതിനുള്ള തൗഫീഖ് ആയിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എല്ലാ ഭാഗങ്ങളും നേരുന്നു. കൂടുതൽ ഉയർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഓക്കെ. അപ്പോൾ സിറാജ് ദിനപത്രത്തിൻ്റെ ആ ഒരു സ്ട്രഗിൾ ഫുൾ ആയിട്ടുള്ള ചരിത്രം നമ്മൾ കുറേ കേട്ടു. ആ ചരിത്രമൊക്കെ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ പറയാനുണ്ട്. നമ്മളത് ചുരുക്കിയിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇന്ന് സിറാജ് ഡേ ആണ്. നമുക്കറിയാം, ഇത്രയും നമ്മൾ പാരമ്പര്യമുള്ള ഒരു പത്രം, എത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വന്നൊരു പത്രം, ആ പത്രത്തെ നെഞ്ചേറ്റുക എന്നത് നമ്മൾ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിറവേറ്റുക. തീർച്ചയായിട്ടും സിറാജിൻ്റെ വരിക്കാരുടെ എണ്ണത്തിൽ, വായനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാക്കാൻ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും രംഗത്തിറങ്ങേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. വളരെ നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.